സെക്കൻഡ് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ 2022 ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് സെക്ഷൻ എ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ സെക്ഷൻ ബിയും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 20th ക്വസ്റ്റ്യൻ. എന്താണ് 20th ക്വസ്റ്റ്യൻ പറയണേ? Find the area of the region shaded by the circle r equal to 1 and r equal to 2 sin theta. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ് പറയണേ? Show that the set B equal to 1, 2, 1, 2, 1, 0, 1, minus 1, 2 is a basis of R3. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 20th എ ക്വസ്റ്റ്യൻ എന്താണ് പറയണേ? Find the area of the region shaded by the circle r equal to 1 and r equal to 2 sin theta. അപ്പൊ ഇതിന്റെ ഗ്രാഫ് എന്താ വരിക? ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ്. r equal to 1 r equal to sin theta. r equal to 1ന്റെ ഗ്രാഫ് പോളാർ കർവ് ഇങ്ങനെയാണ് നമ്മുടെ പോളാർ കർവ്. അതേ സ്ഥാനത്ത് r equal to sin theta ഗ്രാഫ് ഇതാണ് മുകളിൽ ബ്ലാക്ക്. നമ്മൾ ഇതിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാം. ഏരിയ ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ r സ്ക്വയർ d തീറ്റ ആണ് നമ്മളെ ഏരിയ കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അതൊക്കെയാണ് r ഈക്വൽ ടു 1 അല്ലെ r ഈക്വൽ ടു 2 സൈൻ തീറ്റിന്റെയും ഗ്രാഫാണ് കണ്ടുപിടിക്കേണ്ടത് അഥവാ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കുമ്പോൾ 0 മുതൽ മൊത്തം റൊട്ടേഷൻ ആണെങ്കിൽ 2π വരെയാണ്. പക്ഷെ നമുക്ക് മൊത്തമല്ല. എന്താണ്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ഷെയർഡ് ബൈ ദി സർക്കിൾ. ഇതിന് ഷെയർ ചെയ്ത ഏരിയകളാണ്. അപ്പൊ ഇവിടെ ഇതോടെ തുടങ്ങി ഇങ്ങനെ പോയി ഇതുവരെ മതി എന്ന് പറഞ്ഞാൽ 0 മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയാൽ മതി. പക്ഷെ ഇവിടെ പോയിന്റ് നോക്കുക. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 5/6 ആണ്. ഈ ലൈൻ എന്താണ്? 5/6ഉം നേരെ പെർപെൻഡിക്കുലർ പറഞ്ഞാൽ 5/2. അപ്പൊ നോക്കുക ഇതിന്റെ അതേപോലെ തന്നെ എവിടെയും വന്നു. അപ്പൊ എന്ത് ചെയ്താൽ 0 മുതൽ 5/2 വരെ ചെയ്ത് അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുതൽ ഇതുവരെ കിട്ടും. ഇനി ഇത് 5/6ഉം 5/6 എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അറിയാം നമുക്ക് r ഈക്വൽ ടു 1 ആണ്. നമുക്കറിയാം r ഈക്വൽ ടു 2 സൈൻ തീറ്റയാണ്. r സ്ഥാനത്ത് 1 കൊടുക്കുക. 2 സൈൻ തീറ്റ ആയി. അപ്പൊ 2 സൈൻ തീറ്റ ഈക്വൽ ടു 1. തീറ്റ ഈക്വൽ സൈൻ തീറ്റ ഈക്വൽ ടു 1/2. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആരൊക്കെയാണ് വരിക? തീറ്റന്റെ വാല്യൂ ഒന്ന് π/6ഉം ഒന്ന് 5/6ഉം. അപ്പൊ π/6ഉം 5/6ഉം ആണ്. അതിൽ ഇവിടെ കിട്ടിയിട്ട് അപ്പൊ ഗ്രാഫ് മുഖേനയും കണ്ടെത്താം, വാല്യൂസ് അല്ലാത്ത രീതിയിലും നമുക്ക് കണ്ടെത്താം. അപ്പൊ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ ആരൊക്കെയാണ്? ഇതിന്റെ ഏരിയ പ്ലസ് ഇതിന്റെ ഏരിയ. ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 0 മുതൽ π/2 വരെ ചെയ്താൽ മതി. എന്നിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം? ഏരിയ ഈക്വൽ ടു 2 ടൈംസ് ഞാൻ ഇട്ടു 2 ടൈംസ് ഇട്ടു. ഫസ്റ്റ് 0 മുതൽ π/6 വരെ ആരൊക്കെയാണ്? ഇവിടെ ആറിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ് വരുന്നത്? ഓൾറെഡി 1/2 ഉണ്ട്. ആറിന്റെ സ്ഥാനത്ത് 2 സൈൻ തീറ്റയാണ്. ഓൾ സ്ക്വയർ ഇൻറ്റു d തീറ്റ പ്ലസ് അടുത്തത് നമുക്കറിയാം π/6 മുതൽ ആരാണ്? π/2 വരെ എടുത്തു. ആ ഗ്രാഫിൽ നോക്കിയാൽ 0 മുതൽ π/6 വരെ ഒന്നും പിന്നെ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്തും ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ π/6 മുതൽ ആരാണ്? π/2 വരെയാണ് എടുത്തത്. അപ്പൊ π/6 ടു π/2 എത്രയാണ്? ഇവിടെ 1/2 r സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറിന്റെ സ്ഥാനത്തോടെ 1 ആണ്. അപ്പൊ d തീറ്റ. ഇനി എന്ത് ചെയ്യാം? ഇതിന് കോമൺ ആയിട്ട് ആരുണ്ട്? ഇവിടെ നോക്കാം. ഇവിടെ 1/2 ഉണ്ട്, ഇവിടെ 1/2. അതിന് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2 × 1/2 ആണ്. ഇനി എന്താണ്? ഇന്റഗ്രൽ 0 ടു π/6. ഇവിടെ 2 സ്ക്വയർ 2 സ്ക്വയർ എത്ര? 4 സൈൻ സ്ക്വയർ തീറ്റ d തീറ്റ പ്ലസ് π/6 ടു π/2. ഇവിടെ എന്തായി? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് d തീറ്റ. അപ്പൊ ഈ 2 ക്യാൻസൽ ആയി മാറും അല്ലെ? അപ്പൊ ബാക്കി എന്തേ ഉള്ളൂ? 4 × സൈൻ സ്ക്വയർ തീറ്റ ആവും. ഈ 4ന് ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ 4 × ഇന്റഗ്രൽ 0 ടു π/6. സൈൻ സ്ക്വയർ തീറ്റ നമുക്കൊന്ന് മാറ്റി എഴുതി. എന്താണ്? 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ മാറ്റിയത്? 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 d തീറ്റ. ഇതിന് ഇന്റഗ്രേറ്റ് എന്താവും? തീറ്റ ആവും അല്ലെ?
അപ്പൊ പൈ ബൈ 6 ടു പൈ ബൈ 2. ഇനി എന്ത് ചെയ്യാ, ഈ 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്താവും 4/2 0 ടു പൈ ബൈ 6 അല്ലെ. then സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡി തീറ്റ മൈനസ് ഇന്റഗ്രൽ 0 ടു പൈ ബൈ 6 എന്തായി cos 2 തീറ്റ ഡി തീറ്റ ആയി മാറി. ഇവിടെ എന്തായി പ്ലസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോ പൈ ബൈ 2 മൈനസ് പൈ ബൈ 6 ആയി. ഇനി എന്ത് ചെയ്യാ, ഇവിടെ എന്തായി 2 ഇൻറ്റു ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ തീറ്റ ആയി എന്തായി 0 ടു പൈ ബൈ 6 മൈനസ് cos 2 തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ sin 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ആയി. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോ 0 ടു പൈ ബൈ 2 സോറി പൈ ബൈ 6 ആണ്. ഇനി പ്ലസ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം 6 പൈ മൈനസ് 2 പൈ ബൈ 2 ഇൻറ്റു 6 എത്രയായി 12. ഇനി എന്തിനു മതി, ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, ഈക്വൽ ടു 2 ഇൻറ്റു അല്ലെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോ പൈ ബൈ 6 മൈനസ് 0. ഇനി മൈനസ് ഓഫ് അല്ലെ ഇവിടെ മൈനസ് ആണ് വരുന്നത് അല്ലെ, ഇവിടെ ഒരു മൈനസ് വന്നു, പിന്നെ ഒരു 1/2 കൂടി ഉണ്ട്. അപ്പം 1/2 ഇൻറ്റു എന്തായി സൈൻ 2 തീറ്റ അല്ലെ 0 ടു പൈ ബൈ 6. ഞാൻ അതേപോലെ എടുത്ത് എഴുതി. ഇവിടെ എന്തായി ആൻസർ കിട്ടുക അടുത്ത സ്റ്റെപ്പില് അല്ലെ 6 പൈ മൈനസ് 2 പൈ ദാറ്റ് ഈസ് 4 പൈ 4 പൈ ബൈ 12 ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ എന്തായി പൈ ബൈ 6 മൈനസ് 1/2. ഇവിടെ അപ്പർ ലിമിറ്റ് എന്താണ്, നമുക്ക് എന്താ പൈ ബൈ 6 ആണ്, മൈനസ് ലോവർ ലിമിറ്റ് സൈൻ 0 ആണ്, പ്ലസ് എന്തായി 4നെ ക്യാൻസൽ ചെയ്താൽ പൈ ബൈ 3 ആയി ഈക്വൽ ടു 2 ഇൻറ്റു പൈ ബൈ 6 മൈനസ് 1/2 ഇൻറ്റു ഇത് എന്തായി ക്യാൻസൽ ആയി 2 6ഉം ക്യാൻസൽ ആയോ സൈൻ എന്തായി പൈ ബൈ 3 ആയി, സൈൻ 0 ആണ്, പ്ലസ് പൈ ബൈ 3 ആയി മാറി ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ എന്താണ് പൈ ബൈ 6 മൈനസ് 1/2 ഇവിടെ എന്താണ് സൈൻ പൈ ബൈ 3 അഥവാ സൈന് എന്തായി പൈ ബൈ 3 അഥവാ 180/3 എന്നാണ് സൈൻ 60 എന്നാണ് √3/2 ആണ് മൈനസ് 0 പ്ലസ് പൈ ബൈ 3. അപ്പൊ √3/2 മൈനസ് 0 എന്ന് പറഞ്ഞാൽ √3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 2 പൈ ബൈ 6 മൈനസ് 2/2 അല്ലെ √3/2 മൈനസ് 0 പ്ലസ് പൈ ബൈ 3. അപ്പൊ √3/2 മൈനസ് 0 എന്ന് പറഞ്ഞാൽ √3/2 തന്നെയാണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈ ബൈ 3 ആയി മൈനസ് √3/2 പ്ലസ് പൈ ബൈ 3. അപ്പൊ ഇത് 2 ടൈംസ് ആയി മാറി അല്ലെ. അപ്പൊ 2 പൈ ബൈ 3 മൈനസ് √3/2 ആണ് നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടിയത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 20th. നമുക്ക് ഇനി എന്തുണ്ട് ബി ക്വസ്റ്റ്യൻ. എന്താണ് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഷോ ദാറ്റ് ദി സെറ്റ് ബി ഈക്വൽ ടു 1, 2, 1, 2, 1, 0, 1, -1, 2 ഈസ് എ ബേസിസ് ഫോർ R3. ഇതിന്റെ ബേസിസ് കണ്ടുപിടിക്കാനാണ്, അതാണ് ഷോ ദാറ്റ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബേസിസിന്റെ ഡെഫിനേഷൻ അറിയാം. എന്താണ് ബേസിസിന്റെ ഡെഫിനേഷൻ, 2 കണ്ടീഷൻസ് ഉണ്ട് ബേസിസ് കാണാൻ. ഒന്നാമത്തെ കണ്ടീഷൻ തന്നത് എന്തായിരിക്കണം, ആ തന്ന സെറ്റ് ബി എന്ന് പറഞ്ഞവിടെ തന്ന ബി എന്ന സെറ്റ് എന്തായിരിക്കണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ബേസിസില് ദ ബി എന്താണ് സ്പാൻ എന്തായിരിക്കണം വി ആയിരിക്കും, തന്ന വെക്ടറിന് സ്പാൻ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് വി അല്ലെ ബി ഈക്വൽ ടു എന്തായിരിക്കണം വി ആണെന്ന് പറയുന്നത്. അപ്പൊ 2 കണ്ടീഷൻസ് ആണ് ബേസിസിന്. എന്തൊക്കെ കണ്ടീഷൻ, ബി എന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, രണ്ടാമത്തത് ബി സ്പാൻ വി ആയിരിക്കണം എന്നാണ്. ആ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, തന്നതിനെ ഒരു റിയൽ നമ്പേഴ്സ് എ ബി സി എന്ന നമ്പേഴ്സിനെ റിയൽ നമ്പേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാണ് സെലക്ട് ചെയ്യാൻ പോവാ. എന്നിട്ട് അതിനെന്ത് ചെയ്യണം എയും ബിയും സിയും ഒക്കെ എന്ത് കിട്ടണം 0 കിട്ടണം. അപ്പൊ എന്ത് പറയാ, ആ ബിന്ന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കണ്ടെത്തി. പിന്നെ ആ എന്ത് ചെയ്യാ, ആ 0 മാറ്റിയിട്ട് എന്ത് കൊടുക്കുക x, y, z കൊടുത്ത് അതിന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയി സ്പാൻ ആക്കി മാറ്റി എഴുതാൻ പറ്റുമെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ ആയി മാറും. അപ്പൊ എന്ത് എഴുതാൻ പോവാണ് നമ്മൾ ആദ്യം, ലെറ്റ് എ, ബി, സി ബി റിയൽ നമ്പേഴ്സ്. ലെബൽ എന്താണ്, ഒരു റിയൽ നമ്പേഴ്സ് ആണ്. ഇവിടെ എങ്ങനെ എഴുതി, എ ഓഫ് 1, 2, 1 പ്ലസ് ബി ഓഫ് 2, 1, 0 പ്ലസ്
സി ഓഫ് 1 കോമ മൈനസ് 1 കോമ 2 ഈക്വൽ ടു എന്തായി 0 കോമ 0 കോമ 0 ആക്കി. ഇനി അടുത്തതിൽ എന്താണ് ഇവിടെ എക്സ് കോമ വൈ കോമ സെറ്റ് ആക്കിയാൽ മതി. ഇതിനെ എയും ബിയും സിന്റെ വാല്യൂ കണ്ടെത്തുക. അതെന്തായിരിക്കണം 0 ആയിരിക്കണം എന്നുള്ളൂ. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. എനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും എ കോമ 2a കോമ എ ആയി പ്ലസ് ബിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2b കോമ ബി കോമ 0 സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി കോമ മൈനസ് സി കോമ 2c ഈക്വൽ ടു 0 കോമ 0 കോമ 0. ഇനി ഫസ്റ്റ് കോർഡിനേറ്റ് അഥവാ എക്സ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്യാന്ന് പറയാം. അപ്പൊ എ പ്ലസ് 2b പ്ലസ് സി ഈക്വൽ ടു 0. അപ്പൊ ഇതിന് ഇക്വേഷൻ 1. ഇനി അടുത്ത് ബി 2a പ്ലസ് ബി പ്ലസ് അല്ലെ എന്താണ് മൈനസ് സി ഈക്വൽ ടു 0. ഇതിന് ഇക്വേഷൻ 2. മൂന്നാമത്തെ എന്താണ് എ പ്ലസ് 0 പ്ലസ് 2c ഈക്വൽ ടു 0. ഇവിടെ എ ഈക്വൽ ടു എന്ത് കൊടുക്കുക മൈനസ് 2c കിട്ടും. ഇനി എ ഈക്വൽ ടു മൈനസ് 2c ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഇക്വേഷൻ 1ൽ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും എന്റെ സ്ഥാനത്ത് മൈനസ് 2c. അപ്പൊ മൈനസ് 2c പ്ലസ് 2b പ്ലസ് c ഈക്വൽ ടു 0. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും 2b മൈനസ് c ഈക്വൽ ടു 0 എന്ന രീതിയിൽ വരും. ഇതിന് ഞാൻ എന്ത് ചെയ്തു ഇക്വേഷൻ 3 കൊടുത്തു. അതേപോലെ ഇക്വേഷൻ 2ലേക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്റെ സ്ഥാനത്ത് കൊടുക്കുക മൈനസ് 2c ആണ്. അപ്പൊ അവിടെ മൈനസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4. അപ്പൊ മൈനസ് 4c പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 0. ഇവിടെ എന്തായി ബി മൈനസ് 5c ഈക്വൽ ടു എന്തായി 0. ഇതിന് ഇക്വേഷൻ 4. അപ്പൊ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം എന്ത് ചെയ്യാ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിന്റെയും ബിന്റെയും വാല്യൂ കിട്ടും. ഇവിടെ നോക്കുക ഇവിടെ 2 ആണ്, ഇവിടെ എന്തുള്ളൂ 1 ഉള്ളൂ. ഈ ഇക്വേഷൻ 4നെ ആരോട് മൾട്ടിപ്ലൈ ചെയ്യുക ഒരു 2 കൊണ്ട് എന്ത് ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ 4നെ ഞാൻ എന്ത് ചെയ്തു അല്ലെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും നമുക്ക് അല്ലെ ഇവിടെ വരിക 2b മൈനസ് അല്ലെ 2b മൈനസ് 10c ഈക്വൽ ടു 0 അല്ലെ. ഇനി അതേപോലെ തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ 2b മൈനസ് എന്താണ് c ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ 3. അതേപോലെ 2b മൈനസ് c ഈക്വൽ ടു എന്താണ് 0. ഇനി എന്ത് ചെയ്യാം അത് സോൾവ് ചെയ്യാം. അപ്പൊ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 0 കിട്ടും. ഇപ്പൊ നിങ്ങളുടെ നേരെ സബ്ട്രാക്ട് ചെയ്തു 2b മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0 ആയി. ഇത് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും കിട്ടുക അല്ലെ പ്ലസ് ദാറ്റ് ഈസ് എന്തായി അല്ലെ ഇവിടെ അപ്പൊ മൈനസ് സി മൈനസ് മൈനസ് 10c ഈക്വൽ ടു 0 ആയി മാറി. അപ്പൊ മൈനസ് സി പ്ലസ് 10c ഈക്വൽ ടു 0 9c ഈക്വൽ ടു 0 c ഈക്വൽ ടു എന്തായി 0. അപ്പൊ സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി 0 കിട്ടി. നമുക്കറിയാം എ ഈക്വൽ ടു മൈനസ് 2c ആണ്. ഇംപ്ലൈസ് എന്റെ വാല്യൂ ഇവിടെ അല്ലെ സിന്റെ വാല്യൂ നമുക്ക് തൊട്ട് മുമ്പ് കണ്ടെത്തി 0. അപ്പോ എന്റെ വാല്യൂ എന്തായി 0. നമുക്ക് എന്ത് കണ്ടെത്തണം ബിന്റെ വാല്യൂ കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ എന്താ ഇക്വേഷൻ 1 നമുക്കറിയാം. ആരാണ് ഇക്വേഷൻ 1 എ പ്ലസ് 2b പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. ഇവിടെ എ 0 ആണ്, ബി അവിടെ നമുക്ക് അറിയേണ്ടത് സിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ 2b ഈക്വൽ ടു 0 ആയി, ബി ഈക്വൽ ടു എന്തായി 0 ആയി മാറി. അപ്പൊ എന്ത് പറയാം ഹെൻസ് അല്ലെ ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റി. അപ്പൊ ബേസിസിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ത് ചെയ്തപ്പോ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷനിലേക്ക് നമ്മൾ പോകണം. സെക്കൻഡ് കണ്ടീഷൻ എഴുതാൻ പോവാണ്. അപ്പൊ ലെറ്റ് എന്താണ് എക്സ് കോമ വൈ കോമ സെഡ് ബി ആൻ ആർബിട്രറി എലമെന്റ് ഏതിലാണത് R3യിലാണ്. R3 we have to show that there exist numbers a comma b comma c such that എന്താണ് let x comma y comma z be an arbitrary element R3. We have to show that there exist numbers a comma b comma c such that എങ്ങനെ എഴുതാം a of 1 comma 2 comma 1 plus b of 2 comma 1 comma 0 plus c 1 comma minus 1 comma 2 equal to നമ്മൾ 0 കൊടുത്തു ഇവിടെ എന്ത് കൊടുക്കുക x comma y comma z കൊടുക്കുക. അപ്പൊ ഇതിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയും ഇതിന് നമുക്ക് പറയാൻ പറ്റും അല്ലെ അത് എന്താണ് സ്പാൻ ചെയ്യാൻ പറ്റും എന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ ടച്ച് ചെയ്തുകൊണ്ട് എന്താ പറയാൻ പറ്റാം ബേസിസ് ആണെന്ന് പറയാൻ കഴിയും.
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കേണ്ടത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ ഇനി നേരിട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എ പ്ലസ് 2b പ്ലസ് സി ഈക്വൽ ടു എക്സ്. ഇതിന് ഇക്വേഷൻ 1 കൊടുത്തു. അടുത്ത് 2a പ്ലസ് ബി പ്ലസ് 2c ഈക്വൽ ടു വൈ. ഇതിന് ഇക്വേഷൻ 2 കൊടുത്തു. അടുത്ത എന്താണ് എ പ്ലസ് 0 പ്ലസ് 2c ഈക്വൽ ടു എന്താണ് z. അപ്പൊ ഇവിടെ എന്തൊക്കെ എ ഈക്വൽ ടു z മൈനസ് 2c കൊടുത്തു. ഇനി ഇക്വേഷൻ 1ലേക്ക് എന്ത് കൊടുക്കുക? അല്ല, എ ഈക്വൽ ടു കൊടുക്കുക. അപ്പൊ എന്താ z മൈനസ് 2c പ്ലസ് 2b പ്ലസ് സി ഈക്വൽ ടു എക്സ്. ഓക്കെ, ഞാൻ ബാക്കി ഇവിടെ ചെയ്യാണ്. അപ്പൊ എന്താ z മൈനസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ c പ്ലസ് 2b ഈക്വൽ ടു എക്സ്. അപ്പൊ എന്തിട്ടി 2b മൈനസ് സി ഈക്വൽ ടു എക്സ് മൈനസ് z. ഇതിന് ഇക്വേഷൻ 3. ഇനി ഇക്വേഷൻ 2ലേക്ക് ആര് കൊടുക്കുക? എ ഈക്വൽ ടു z മൈനസ് 2c കൊടുക്കുക. അപ്പൊ ഇവിടെ എ എന്നാണ് 2 ഉണ്ട്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2z മൈനസ് എന്തായി 4c ആയി പ്ലസ് ബി പ്ലസ് 2c ഈക്വൽ ടു y. അല്ലെ, 2 into 2 4 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും കിട്ടുക? അല്ലെ, 2z മൈനസ് 2c പ്ലസ് ബി ഈക്വൽ ടു y. അപ്പൊ b മൈനസ് 2c ഈക്വൽ ടു y മൈനസ് 2z ഇക്വേഷൻ 4. അപ്പൊ ഇവിടെ നോക്കുക, ഇക്വേഷൻ 3 ഇവിടെ 2b ആണ്, ഇക്വേഷൻ 4 ഇവിടെ b, ഇവിടെ c ആണ്, ഇവിടെ എന്താണ് 2 ആണ്. അപ്പൊ ഞാൻ ഇക്വേഷൻ 2ന് എന്ത് കൊടുക്കുകയാണ്? ഞാൻ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ 3ന് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തത് ഇത് മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യാണ്? ഇക്വേഷൻ 3ന് എന്ത് ചെയ്യാൻ പോവാണ്? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 4b മൈനസ് 2c ഈക്വൽ ടു 2x മൈനസ് 2z. ഇനി ഇക്വേഷൻ 4 എന്താണ്? b മൈനസ് 2c ഈക്വൽ ടു y മൈനസ് 2z ആണ് നമ്മളെ ഇക്വേഷൻ 4. അല്ലെ, ഇക്വേഷൻ ആണ് മൈനസ് 2z. ഇനി ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്തിട്ട് ഒഴിവാക്കാൻ നോക്കുക. അപ്പൊ ഇവിടെ സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആര് പോകും? സി ടേം പോകും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മുകളിൽ നിന്ന് താഴോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 4b നിന്ന് b സബ്ട്രാക്ട് ചെയ്താൽ 3b. അപ്പൊ ഈ ടേം പോയി. ഇനി ഇവിടെ 2x മൈനസ് y ആയി. ഇതെന്തായി? സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും പോയി കിട്ടി. അപ്പൊ 3b ഈക്വൽ ടു 2x മൈനസ് y ആണ്. അപ്പൊ b എന്ന് പറഞ്ഞ എന്തായി? 2x മൈനസ് y ബൈ 3 ആയി മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ ഇതിലെ ബിന്റെ വാല്യൂ ഇക്വേഷൻ എന്ത് ചെയ്യുക? 4ലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇക്വേഷൻ 4ലേക്ക് ബിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമുക്ക് ഇക്വേഷൻ 4 എന്ന് അറിയാം b മൈനസ് 2c ഈക്വൽ ടു y മൈനസ് 2z ആണ്. അപ്പൊ ബിന്റെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ 2x മൈനസ് y ബൈ 3 മൈനസ് 2c ഈക്വൽ ടു y മൈനസ് 2z ആണ്. ഇതിനെ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും കിട്ടുക? അല്ലെങ്കിൽ ക്രോസ് ആയി നമ്മുടെ ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. മറ്റേത് ഇതിനെ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന്റെ പകരം എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും? 2x മൈനസ് y മൈനസ് 6c ഈക്വൽ ടു 3y മൈനസ് 6z ആയി മാറി. അപ്പൊ ഇനി എന്ത് ചെയ്യുക? ഇതിനൊക്കെ പാടെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ മൈനസ് 6c ഈക്വൽ ടു 3y മൈനസ് 6z മൈനസ് 2x മൈനസ് i പ്ലസ് y ആയി മാറി. അല്ലെ, അപ്പം ഇനി എന്ത് ചെയ്യുക? ഈ മൈനസിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും? അല്ലെ, ഒരു 6c ഈക്വൽ ടു എന്തായി? അല്ലെ, മൈനസ് y പ്ലസ് ആയി മാറി. അപ്പൊ ഇവിടെ എന്താണ്? മൈനസ് 3y പ്ലസ് 6z അല്ലെ പ്ലസ് 2x മൈനസ് y എന്ന രീതിയിലേക്ക് വരും. അല്ലെ, അപ്പൊ ഇനി എന്ത് ചെയ്യുക? c ഈക്വൽ ടു ആക്കിട്ടു. ഇനി അപ്പൊ 6c ഇവിടെ സബ്ട്രാക്ഷനും അഡീഷൻ ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക്. ഇല്ലേ, അപ്പൊ ഇവിടെ നോക്കുക, മൈനസ് 3y ഇവിടെ എന്തായി? മൈനസ് y കൂടി ഉണ്ട്. അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4y. അപ്പൊ ഞാൻ ആദ്യം x ടേം ആദ്യം എടുത്ത് എഴുതി, പിന്നെ മൈനസ് 4y എഴുതി, പ്ലസ് 6z ആക്കി എഴുതി. ഇനി c ഈക്വൽ ടു എന്തായി? കോമൺ ആയിട്ട് എല്ലാത്തിലും 2 ഉണ്ട്. ഇവിടെ 2 ഔട്ട് സൈഡ് എടുത്തു. x മൈനസ് 2y പ്ലസ് 3z ആയി ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? 6 കൊടുത്തു. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x മൈനസ് 2y പ്ലസ് 3z ഡിവൈഡഡ് ബൈ എന്തായി? 3 ആയി മാറി. അല്ലെ, x മൈനസ് 2y പ്ലസ് 3z ഈക്വൽ ടു നമുക്കറിയാം a എന്ന് പറഞ്ഞാൽ z മൈനസ് 2c ആണ്. അപ്പൊ എന്താണ്? സിന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി. എന്തായിരുന്നു? x മൈനസ് 2y പ്ലസ് 3z ഡിവൈഡഡ് ബൈ എന്താണ്? 3 ആണ്. ഒരു 3 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്രോസ് ആയി ഗുണിക്കുക. അപ്പൊ ഇവിടെ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും?
3z മൈനസ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും -2x അല്ലെ, ഇവിടെ മൈനസ് മൈനസ് പ്ലസ് 4y, പിന്നെ -2 അല്ലെ, -2 × 3 എന്ന് പറയുമ്പോൾ -6z ഡിവൈഡഡ് ബൈ എന്തായി 3 ആയി. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും -2x പ്ലസ് 4y, ഇത് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ -3z ഡിവൈഡഡ് ബൈ വാല്യൂ എത്ര കിട്ടി 3. അപ്പൊ എന്റെയും ബിന്റെയും സിന്റെയും നമ്മൾ എന്ത് കണ്ടെത്തി, വാല്യൂസ് കണ്ടെത്തി. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ എ ഓഫ് 1, 2, 1 പ്ലസ് ബി ഇൻറ്റു 2, 1, 0 സി ഇൻറ്റു 1, -1, 2 ഈക്വൽ ടു x, y, z. ഓരോന്നിന്റെ എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എക്സ് പ്ലസ് 4y -3z ഡിവൈഡഡ് ബൈ 3, 1, 2, 1. ഇനി ബിന്റെ വാല്യൂ 2x minus y divided by 3, 2, 1, 0. ഇനി സിന്റെ വാല്യൂ x minus 2y plus 3 z divided by 3, ഇവിടെ 1, -1, 2 equal to x, y, z. എന്ത് പറയാൻ പറ്റും, നമുക്ക് ഇതിനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് അഥവാ സ്പാൻ വി ആക്കി പറയാൻ പറ്റും, അഥവാ സ്പാൻ ബി എന്ന് പറയാൻ പറ്റും. അപ്പൊ എങ്ങനെ എഴുതാം, thus the every element of R3 can be written as the linear combination of vectors in B, B, and so the span B equal to എന്താണ് R3 ആണ്. Hence B is a basis of R3. ഇങ്ങനെയാണ് നമ്മൾ basis of R3 കണ്ടെത്തുക. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ, 21st ക്വസ്റ്റ്യൻ. എന്താണ് 21st ക്വസ്റ്റ്യൻ? അതിൽ 2 A ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ. യൂസിങ് ദി ഗോസ്-ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് solve the system of equation x plus 2y plus z equal to 2, 3x plus y minus 2z equal to 1, 4x minus 3y minus z equal to 3. അടുത്ത് 2x plus 4y plus 2z equal to 4. B question, find the eigenvalue of matrix A equal to matrix 1, 1, 2, 0, 2, 2, minus 1, 1, 3. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ എയ്ഗൻ വാല്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ആര് പറഞ്ഞിട്ടില്ല, എയ്ഗൻ വെക്ടർ കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ലാംഡന്റെ വാല്യൂ മാത്രം കണ്ടെത്തി നിർത്തിയാൽ മതി. അതിൽ എ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, യൂസിങ് ഗോസ്-ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് ടു സോൾവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എക്സ് പ്ലസ് 2y പ്ലസ് z ഈക്വൽ ടു 2, 3x പ്ലസ് y മൈനസ് 2z ഈക്വൽ ടു 1, 4x മൈനസ് 3y മൈനസ് z ഈക്വൽ ടു 3, 2x plus 4y plus 2z equal to എന്താണ് 4 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ ആദ്യം സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി നമുക്ക് ഒരു മെട്രിക്സ് ഇക്വേഷനിലേക്ക് ആദ്യം മാറ്റി എഴുതും. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എങ്ങനെയാണ്, ax ഈക്വൽ ടു b. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് നമ്മൾ മെട്രിക്സ് ഓഗ്മെന്റ് മെട്രിക്സ് ആക്കി എന്ന് മാറ്റി എഴുതും, എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യാറുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, ദി ഓഗ്മെന്റ് മെട്രിക്സ് അല്ലെ, ഇവിടെ ഇനി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, 1, 2, 1 അല്ലെ, 3, 1, -2, 4, -3, -1, 2, 4, 2, 1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സിന്റെ പുറത്തെ കോഎഫിഷ്യൻസ് ആണ് എ എന്ന മെട്രിക്സ്. ഇനി പിന്നെ എക്സ് എന്ന മെട്രിക്സ് എക്സ്, വൈ, സെഡ്, ബി എന്ന മെട്രിക്സ് 2, 1, 3, 4 ആണ്. ഇനി എന്ത് ചെയ്യാം, അതിനെ ഓഗ്മെന്റ് മെട്രിക്സ് കണ്ടെത്താം. ഓഗ്മെന്റ് മെട്രിക്സ് എന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഓഗ്മെന്റ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഓഗ്മെന്റ് മെട്രിക്സ് എ ബി അല്ലെ, ഞാൻ ഇവിടെ ആ സ്ലാഷ് ഇനി ഒഴിവാക്കുകയാണ്, ഈക്വൽ ടു എങ്ങനെയാ, ആദ്യം എ മെട്രിക്സ് എഴുതി, 3, 1, -2 എഴുതി, 4, -3, -1 എഴുതി, 2, 4, 2 എഴുതി. ഇനി ഓഗ്മെന്റ് മെട്രിക്സ് ആയ അടുത്ത എഴുതേണ്ട ഈ ബി മെട്രിക്സ് എഴുതി, 1, 2, 1, 3, 4 ആണ് ആര് വന്നത്, നമ്മൾ ഓഗ്മെന്റ് മെട്രിക്സ് എ ബിയിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണം, സാധാരണ നമ്മൾ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തുക, എന്നിട്ട് അത് എന്ത് ചെയ്യാ, നമുക്ക് റാങ്ക് കണ്ടെത്തുക. അങ്ങനെ രീതിയിൽ റാങ്ക് കണ്ടെത്തുക എന്ന് വെച്ചാൽ അതിന്റെ നമ്പർ ഓഫ് സിസ്റ്റം ഓഫ് കൺസിസ്റ്റൻസി ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ യുണീക് സൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ടെത്തും വേണം, ഇല്ലെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ കണ്ടെത്തും എന്നൊക്കെ പറയണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ എലിമെന്ററി സാക്ഷൻ നടക്കാം. നമ്മളിവിടെ റോ ട്രാൻസ്ലേഷൻ മാത്രമേ നടത്തുന്നു.
എന്ന് പറഞ്ഞാൽ ഇത് 1 ആണ്, ബാക്കിയൊക്കെ 0 ആക്കണം. ഇത് 1 ആക്കിയിട്ട് ഇതിനും 0 ആക്കണം, ഇതിനും 0 ആക്കണം, ഇതിനും 0 ആക്കണം, ഇതിനെ 1 ആക്കണം, ഇതിന് 0 ആക്കണം, ഇതിന് 0 ആക്കണം, ഇതിന് 0 ആക്കണം എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ എന്ത് ചെയ്യാണ്, R2നെയാണ് ചേഞ്ച് അല്ലെ. ഇതിനെ 0 ആക്കണം. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് 0 ആയി. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ 0 ആയി. അപ്പൊ എന്ത് ചെയ്യാണ് ഇനി അതിന്റെ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ നടത്താണ്. അപ്പൊ R1 അതേപോലെ ഉണ്ട്, 1 2 1 2 ആണ്. ഇനി നമ്മള് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്, R2 ചേഞ്ചസ് ടു R2 മൈനസ് 3 R1 ആണ്. അപ്പൊ എന്താ വാല്യൂസ് 0 -5 -5 -5. അടുത്തതാണ് R3 ആണ് ചേഞ്ച് ചെയ്യുന്നത്, R3 മൈനസ് 4 R1. അപ്പൊ വാല്യൂസ് എന്താണ് 0 -11 -5 -5. ഇനി R4 ആണ് ചേഞ്ച് ചെയ്യുന്നത്, R4 മൈനസ് 2 R1. അത് ചെയ്യുമ്പോൾ എല്ലാ വാല്യൂ എന്തായി മാറി, 0 ആയി മാറി. ഇനി അടുത്തെന്താണ്, നമ്മുടെ ഇവിടെ 5 5 5 ആണ്. അതിനെന്ത് ചെയ്താൽ മതി, ഡിവിഷൻ നടത്തിയാൽ മതി. R2 ചേഞ്ചസ് ടു -1/5 R2. അപ്പൊ R1 അതേപോലെ തന്നെ എടുത്തെഴുതി. ഇത് 0 ആയി, 1 ആയി, 1 ആയി, 1 ആയി. ഇതെന്തായി 0 ആയി, -11 -5 -5. ദാറ്റ് ഈസ് 0 0 0 0. ഇനി അടുത്തെന്താണ്, ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ മതി, ഇതിന് 0 ആക്കാൻ. അപ്പൊ R3 ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അവിടെ R3 ചേഞ്ചസ് ടു R3 പ്ലസ് 11 R3 ചെയ്താൽ മതി, സോറി 11 R2 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 1 2 1 2 0 1 1 1. ഇതിനെ ചെയ്യുമ്പോൾ 0 6 അല്ല, ഇവിടെ 0 ആയി, ഇവിടെ 6 എന്തായി, ഇവിടെയും 6 ആയി അല്ലെ. R4 ഓൾവേസ് 0 ആണ് വന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിനെ ഒരു 1/6 കൊണ്ട് എന്ത് ചെയ്തായി മാറ്റിപ്പോ ആരെ, R3ന്. അപ്പൊ എന്ത് ചെയ്യാ, ചേഞ്ചസ് ടു R അല്ലെ 1 2 1 2 അല്ലെ 0 1 1 1. ഇവിടെ ആരാ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, R3നെയാണ്. R3 ചേഞ്ചസ് ടു 1/6 R3 ആണ്. അപ്പൊ എന്ത് കിട്ടി, ഇവിടെ 0 ആയി, ഇവിടെ 0 ആയി, ഇവിടെ 1 ആയി, ഇവിടെ 1 ആയി. ഇവിടെ എന്തായി 0 0 0 0. ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്, ഇല്ല ഇതിന്റെ നേരെ ഡയഗണൽസ് എല്ലാം എന്തായി 1 കിട്ടി. ഇവിടെ ഇനി ഇതിന്റെ മുകളിൽ കാര്യമൊന്നുമില്ല, ഇവിടെ നിർത്താം. നമുക്കറിയാം ഇവിടെ ഒഗ്മെന്റ് മെട്രിക്സ് ആണ് ഇവിടെ കിട്ടിയത്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇത്രയും വരുന്ന പാർട്ടാണ് നമ്മളെ മെട്രിക്സ് എ. ഇതുകൂടി ചേർന്നാണ് ഒഗ്മെന്റ് മെട്രിക്സ്. ഇതിന്റെ റാങ്ക് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ റാങ്ക് ഓഫ് ഒഗ്മെന്റ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക്. അപ്പൊ 1 2 3 4 അല്ലെ, മൊത്തത്തിന് നോക്കണം. അപ്പൊ ഇവിടെ എത്രയാണ്, നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പൊ ആരാണ് 1 2 3 ഉള്ളൂ അല്ലെ. ഇത് മൊത്തം 0 ആയി, ഇത് കൗണ്ട് ചെയ്യില്ല. അപ്പൊ 1 2 3. ഇവിടെ റാങ്ക് ഓഫ് ഒഗ്മെന്റ് മെട്രിക്സ് എത്രയാണ്, 3 ആണ്. അതേപോലെ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അതും 3 ആണ്. കാരണം എന്താ 1 2 3 അല്ലെ, ഇവിടെ 1 ആണ്. അതുകൊണ്ട് ഇതിന്റെ റാങ്ക് എത്രയാണ്, 3 ആണ്. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരുന്നത്, നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്, എക്സ് വൈ സെഡ് ആണ് നമ്മുടെ അൺനോൺസ്, അതും 3 ആണ്. അപ്പൊ എന്ത് കിട്ടി, റാങ്ക് ഓഫ് ഓഗ്മെന്റ് മാട്രിക്സ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എയും തമ്മിൽ ഈക്വൽ ആണ്. അതുകൊണ്ട് ദ ഗിവൺ സിസ്റ്റം അല്ലെ, അപ്പൊ തന്ന സിസ്റ്റം എന്താണ്, ദ ഗിവൺ സിസ്റ്റം എന്തായി, കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റി. ഈസ് എന്താണ്, കൺസിസ്റ്റന്റ്. അപ്പൊ ഇതെന്താണ്, കൺസിസ്റ്റന്റ് ആണ്. ഇവിടെ നോക്കുക, നമ്പർ ഓഫ് അൺനോൺസും റാങ്ക് ഓഫ് എയും തമ്മിൽ എന്തായി, ഈക്വൽ ആണ് അല്ലെ. എന്താണ്, നമ്പർ ഓഫ് n ഈക്വൽ ടു r ഈക്വൽ ടു 3 ആയതുകൊണ്ട് therefore എന്ത് പറയാം, ദ സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ എന്ന്, യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഒരു വാല്യൂ ഉണ്ടാവും, വൈക്ക് ഒരു വാല്യൂ ഉണ്ടാവും, സെഡിന് എന്തായാലും ഒരു വാല്യൂ ഉണ്ടാവും. അപ്പൊ യുണീക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ എക്സിന് ഒരു വാല്യൂ, വൈക്ക് ഒരു വാല്യൂ, സെഡിന് ഒരു വാല്യൂ. ഞാൻ എന്ത് എബോ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്താണ്, ഇക്വാലന്റ് മാറ്റി എഴുതാൻ പോവാണ്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് ഇതിനെ. അപ്പൊ എങ്ങനെ എഴുതാം അല്ലെ, ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ അല്ലെ, സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് എന്താണ്, ഈക്വാലന്റ് ടു മാട്രിക്സ് ഇക്വേഷൻ. മാട്രിക്സ് ഇക്വേഷൻ എങ്ങനെ എഴുതാം, എക്സ് ഈസ് എന്താണ്, ബി ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 2 1 0 1 1 0 0 1
അല്ലെ, മറ്റേത് എന്താണ് 0 0. അപ്പൊ ഇതാണ് നമ്മളെ എ എന്ന മെട്രിക്സ്. ഇനി എക്സ് എന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ്. ബി എന്ന മെട്രിക്സ് അല്ലെ, ഇവിടെ ആരൊക്കെ 2 1 1 0 ആണ്. അപ്പൊ 2 1 1 0 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും എക്സ് 2y z ഈക്വൽ ടു 2. രണ്ടാമത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ അല്ലെ എക്സ് 0, അപ്പൊ y പ്ലസ് സെഡ്, y പ്ലസ് സെഡ് ഈക്വൽ ടു എന്താണ് 1. അടുത്തെന്താണ്, അടുത്ത എക്സ് 0 ആണ്, y 0 ആണ്, z എന്താണ് 1. അപ്പൊ ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ സെഡിന്റെ വാല്യൂ കിട്ടും അല്ലെ. ഈ സെഡിന്റെ വാല്യൂ ഇതിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ വൈന്റെ വാല്യൂ കിട്ടും. ഇവിടെ എങ്ങനെ മാറ്റി എഴുതാം, y ഈക്വൽ ടു 1 മൈനസ് സെഡ്. സെഡിന്റെ വാല്യൂ 1 ആണ്, അപ്പൊ 1 മൈനസ് 1 അല്ലെ എന്തായി 0 ആയി കിട്ടി. അപ്പൊ സെഡിന്റെ വാല്യൂ കിട്ടി, വൈന്റെ വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇംപ്ലൈസ് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈന്റെ വാല്യൂ 0, സെഡിന്റെ വാല്യൂ 1 ഈക്വൽ ടു 2 അല്ലെ. അപ്പൊ എന്ത് കിട്ടും, എക്സ് പ്ലസ് 1 ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 2 മൈനസ് 1 ഈക്വൽ ടു എത്രയായി 1 ആയി. അപ്പൊ എന്ത് കിട്ടിയത്, സൊല്യൂഷൻ. Therefore സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് കിട്ടുന്നത്, എക്സിന്റെ വാല്യൂ 1, വൈന്റെ വാല്യൂ 0, സെഡിന്റെ വാല്യൂ എത്രയുടെ 1 ആണ് വന്നത്. അപ്പൊ ഇതാണ് നമ്മളെ എന്ത് പറഞ്ഞത്, വാല്യൂ അഥവാ യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്. എക്സിന്റെ വാല്യൂ 1 ആണ്, വൈന്റെ വാല്യൂ 0 ആണ്, സെഡിന്റെ വാല്യൂ 1 ആണ്. അപ്പോ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു 1. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഗോസ് ജോർദാൻ മെത്തേഡ് ഉപയോഗിച്ച് എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും നമ്മൾ എന്ത് കണ്ടെത്തി, വാല്യൂ കണ്ടെത്തി. ക്ലിയർ ആയല്ലോ. ഇതിലെ സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ അഥവാ ബി പാർട്ട് വരുന്നത് അല്ലെ. അതെന്താണ് ബി പാർട്ട് നമ്മളെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, എന്താ ബി പാർട്ട് പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദി eigen വാല്യൂ ഓഫ് മെട്രിക്സ് എ ഈക്വൽ ടു 1 1 2 0 2 2 മൈനസ് 1 1 3 ആണ് നമ്മളെ eigen വാല്യൂ കണ്ടെത്താൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ eigen അഥവാ ലാംഡന്റെ വാല്യൂ മാത്രം കണ്ടെത്തിയാൽ മതി എന്നാ പറഞ്ഞു. നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിൻ a മൈനസ് ലാംഡ I ഈക്വൽ ടു 0. അപ്പൊ എന്താവും 1 മൈനസ് ലാംഡ 1 2 അല്ലെ 0 2 മൈനസ് ലാംഡ 2 മൈനസ് 1 1 3 മൈനസ് ലാംഡ ഈക്വൽ ടു എന്താണ് 0. ഇതിനെ ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ എന്താ 1 മൈനസ് ലാംഡ ഇൻറ്റു അല്ലെ ഡിറ്റർമിൻ വരിക, ഇവിടെ ഡിറ്റർമിൻ കൊടുത്തു 2 മൈനസ് ലാംഡ ഇൻറ്റു 2 1 മൈനസ് 3 മൈനസ് ലാംഡ മൈനസ് അല്ലെ 1 ഇൻറ്റു ഇവിടെ എന്താവും 0 2 മൈനസ് 1 3 മൈനസ് ലാംഡ പ്ലസ് 2 ഇൻറ്റു 0 2 മൈനസ് ലാംഡ മൈനസ് 1 1 ഈക്വൽ ടു ഇവിടെ 0. ഇതിനെ ഡിറ്റർമിൻ ഓരോന്നിനെയും ഡിറ്റർമിൻ കാണാം. അപ്പൊ എന്താവും 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ 3 മൈനസ് ലാംഡ മൈനസ് 2 മൈനസ് ഓഫ് 0 പ്ലസ് 2 പ്ലസ് 2 ഇൻറ്റു മൈനസ് 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 2 മൈനസ് ലാംഡ ഈക്വൽ ടു 0. അപ്പൊ ആദ്യം ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. അപ്പൊ 1 മൈനസ് ലാംഡ ഇൻറ്റു ഇവിടെ എന്താവും 2 ഇൻറ്റു 3 6 മൈനസ് 2 ലാംഡ മൈനസ് 3 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ ഈ മൈനസ് 2 ഇവിടെ എന്തായി മൈനസ് 2 ആയി പ്ലസ് 2 ഇൻറ്റു ഇവിടെ എന്തായി 2 മൈനസ് ലാംഡ ഈക്വൽ ടു 0. അപ്പൊ 1 മൈനസ് ലാംഡ ഇവിടെ എന്തായി മാറും അല്ലെ, ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 4 മൈനസ് 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ 2 ഇൻറ്റു 2 4 അല്ലെ. അപ്പൊ 2 ഇൻറ്റു 4 മൈനസ് 2 ലാംഡ ഈക്വൽ ടു 0. ഇവിടെ ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 4 മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 5 ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ മൈനസ് 2 പ്ലസ് 4 മൈനസ് 2 ലാംഡ ഈക്വൽ ടു 0. മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 6 ലാംഡ സ്ക്വയർ മൈനസ് 11 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് മാറി മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ മൈനസ് 6 ഈക്വൽ ടു 0. അപ്പൊ ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് ഞാൻ ലാംഡക്ക് വാല്യൂ 1 കൊടുത്തു. അപ്പൊ എന്താവും 1 മൈനസ് 6 ഇൻറ്റു 1 പ്ലസ് 11 ഇൻറ്റു 1 മൈനസ് 6 ഈക്വൽ ടു ഇവിടെ എന്തായി 12 മൈനസ് 12 ഈക്വൽ ടു 0. അപ്പോ ലാംഡന്റെ വാല്യൂ 1 ഇതിനൊരു സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടെത്തി. നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കോഎഫിഷ്യന്റ് എഴുതാം 1 മൈനസ് 6 11 മൈനസ് 6. ആരാണോ നമുക്ക് 0 ഫസ്റ്റ് കിട്ടിയത് അതിനെടുത്ത് എഴുതി താഴോട്ട് ഇറക്കിയത് 1 ഇൻറ്റു 1
1 ആഡ് ചെയ്യുമ്പോൾ -5. ഇവിടെ എന്താവും 1 ഇൻറ്റു -5 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും 6. 1 ഇൻറ്റു 6 ഇവിടെ എന്തായി 0. അപ്പൊ ശരിയാണ്. ഇതിനെ മാറ്റി എഴുതാം. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് നമ്മൾ മാറ്റി എഴുതി +6 = 0. ആഡ് ചെയ്താൽ -5 മൾട്ടിപ്ലൈ ചെയ്താൽ 6. അപ്പൊ എന്താണ് 3ഉം 2 ആണ് ഇവിടെ വാല്യൂസ് =0. ലാംഡ =3 2. അപ്പൊ therefore the eigenvalues ആരൊക്കെയുടെ eigenvalues are lambda = 1, 2, 3. ഇതെല്ലാം നമ്മൾ ആദ്യം ചെയ്തത് 1 ആദ്യം കിട്ടിയതാണ്. പിന്നെ ഇപ്പൊ കിട്ടിയത് 2, 3. അപ്പൊ ഇതാണ് നമ്മളെ eigenvalues കിട്ടിയത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ സി കംപ്ലീറ്റ് ആയി. അതിനോടൊപ്പം നമ്മുടെ ഏപ്രിൽ 2020 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും എന്തായി കംപ്ലീറ്റ് ആയി.